എല്ലാവർക്കും കണ്ണനൻ്റെ അമ്മുമ്മ പോക അതിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ പൂരിയും കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനുള്ള സാധനങ്ങൾ എല്ലാം ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഇത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് ഗോതമ്പ് മാവിലതല്ല. ഇത് ഞാൻ റവ പൊടിച്ച്, ഒരു കപ്പ് റവ നല്ലവണ്ണം പൊടിച്ചെടുത്ത് അതിലാണ് പൂരി ഉണ്ടാക്കുന്നത്. റവ പൂരി അത് നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്, അധികം എണ്ണയൊന്നും പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. ഈ പൂരി നല്ലവണ്ണം കുഴച്ച് വെച്ചു. അത് നിരത്താനായിട്ട് മാവൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതിനു വേണ്ടി ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് പൂരി. അതും ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കാം. ഈ പൂരിക്കുള്ള കറിയാണ്. 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു ടൊമാറ്റോ, പിന്നെ 3 തൊണ്ടൻ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, പിന്നെ മല്ലിയില, കരിവേപ്പില. ഇതുകൊണ്ട് ഒരു കറിയും പൂരിക്ക് കഴിക്കേണ്ട കറിയാണ്. ഞാൻ പെട്ടെന്ന് ഇത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് പറയാം. പൂരിക്ക് ഞാൻ നല്ലോണം കുഴച്ചു. എന്നിട്ട് അത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാണ് കുഴച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടുതലായി. ഇനി ഞാൻ പൂരി നിരത്താൻ പോവുകയാണ്. ഈ പൂരി റവയിലെ പൂരി ആണ് കഴിക്കാൻ ടേസ്റ്റും, പിന്നെ അധികം എണ്ണയൊന്നും ആവില്ല. പിന്നെ റവയുടെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ, ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഇതാ പൂരിക്ക് നമുക്ക് ആവശ്യമുള്ള പൂരി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ 3 പേരെ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പൂരി ഞാൻ നിരത്തി വെച്ച്, എന്നിട്ട് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് പൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇരിക്കുന്നുണ്ട്. അത് ചീനച്ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു. റവ പൂരിയാണ് ഏറ്റവും നല്ല പൂരിയാണ്, ആരോഗ്യത്തിനൊക്കെ നല്ലതാ. ഗോതമ്പല്ല, റവ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്നത് ഒരു കപ്പ് റവ, കുറച്ച് ഉപ്പ്, ഒരു ചെറിയ ടീസ്പൂൺ, 1 ടീസ്പൂൺ ഓമം, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം ഒഴിച്ച് 1 കപ്പ് മാവിന് 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളം തന്നെ ഒഴിച്ച് കുഴച്ച് നല്ലോണം കുഴച്ച് വച്ചിരുന്നു. കുറച്ച് സമയം, ഒരു അരമണിക്കൂർ വച്ചിരുന്നു. റവ ആയതുകൊണ്ടൊന്നും പിടിക്കണമല്ലോ. ഗോതമ്പ് കുഴക്കണതിനേക്കാളും ലേശം കൂടെ ലൂസിൽ നമ്മൾ കുഴക്കണം, അപ്പോഴേ ഇരിക്കുമ്പം റവ നല്ല ഇതാവും. അതുപോലെ ഒരുപാട് മാവൊന്നും ഒട്ട് നിരത്തുണ്ടാക്കണ്ട. നല്ലതായിട്ട് മാവ് ലേശം പോലും ഇതിൽ പിടിച്ചിട്ടില്ല. തൊട്ടതേ ഉള്ളൂ, ഒന്ന് സ്പ്രേ. അല്ലാതെ മറ്റുള്ളത് ഗോതമ്പാണെങ്കിൽ ഒത്തിരി മാവ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തണം, വേണ്ട. ഇത് എല്ലാം മാവ് തേച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഒരു സ്പൂൺ മാവ് കൊണ്ട് ഇത്രയും ചെയ്തു. എണ്ണ ചൂടായി ഞാൻ അതിലോട്ടൊന്ന് ഇടുകയാണ്.
പൂജി ഒന്ന് മറിച്ചിടാൻ പോവുകയാണ്. ഇത് ഞാൻ ഷേപ്പൊന്നും നോക്കിയില്ല, ഞാൻ നിരത്തി എടുത്തതാണ്. പാത്രം വെച്ച് ചെറിയ പാത്രം വെച്ചൊക്കെ ആളുകൾ ഇങ്ങനെ റൗണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിന് അത്രയും സമയമൊക്കെ വെറുതെ കളയാനില്ല, നമുക്ക് പെട്ടെന്നുണ്ടാക്കാം. ഷേപ്പിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതാ കണ്ടില്ലേ, പൂരി പപ്പടം പോലെ വന്നു. ആദ്യത്തെ പൂജി എണ്ണ അധികം തിളയ്ക്കാത്തതുകൊണ്ട് അത്ര പൊള്ളിയില്ല. ഇതിപ്പോൾ ഇതാക്കണ്ട, പപ്പടം പോലെ വന്നു, പപ്പടം പൊരിച്ചതുപോലെ വന്നു. പക്ഷെ റവയാണ്. ആദ്യം എണ്ണ ചൂടാവാത്തതുകൊണ്ടാണ് അത്രയും ആദ്യത്തെ പൂജി നല്ലോണം പൊള്ളാത്തത്. ഇനിയുള്ള പൂജി നല്ലതായിട്ട് ആയിക്കോളും. ഒരു പൂജിക്ക് ഒരു അധികം പൊള്ളിയില്ല, പൊള്ളി നല്ല പപ്പടം പോലെ ആയില്ല. ഇതിൽ ഞാൻ സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ഓമം ചേർത്തും മണത്തിന് വേണ്ടി, മണവും രുചിയും ഗ്യാസിനുമൊക്കെ നല്ലതാണ് ഓമം. ഞാൻ വടക്കേന്ത്യ താമസിച്ചതുകൊണ്ട് അവിടെയുള്ള സർദാർജിയുടെ വീട്ടിൻ്റെ കൂടെയാണ് അടുത്താണ് താമസിച്ചത്. അപ്പോൾ അവിടുത്തെ ദീദി പൂരി ആയാലും ചപ്പാത്തി ആയാലും നമ്മുടെ ഓമം ചേർക്കും. എന്നിട്ട് അവരെനിക്ക് കൊണ്ടുതരും കഴിക്കാൻ. നല്ല ടേസ്റ്റായിരിക്കും ഓമോട്ട് ഉണ്ടാക്കുമ്പോൾ. അതിന് ശേഷം ഞാൻ മിക്കവാറും ഓമോട്ട് ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കും. എനിക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന് ഒരു മണവും രുചിയും ഒക്കെ കിട്ടും. ഞാൻ പല സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പല സംസ്കാരങ്ങളും എനിക്കറിയാം, പലതും അറിയാം. പക്ഷേ ഞാൻ അതൊന്നും ഇവിടെ പരീക്ഷിക്കുന്നില്ല. ഞാൻ അവർക്ക് ദോശ ഇടാനും ഇഡ്ഡലി ഉണ്ടാക്കാനും ഒക്കെ പറഞ്ഞു കൊടുക്കും, സാമ്പാർ വയ്ക്കാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിള്ളേർ സൈസൊക്കെ വന്നിട്ട് എൻ്റെ കൂടെ സാമ്പാർ വയ്ക്കാൻ അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകും സാമ്പാർ വയ്ക്കാനായിട്ട്. അതുപോലെ മീൻകറി, നമ്മുടെ മലയാളിയൊക്കെ തന്നെ നമ്മളെ തിരുവനന്തപുരം സൈഡിലെ മീൻകറി അല്ല വടക്കോട്ട് ആറന്മുള അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ കൊല്ലം കഴിഞ്ഞാൽ വയ്ക്കണത്. അപ്പോൾ അവർ വെറും മുളകൊക്കെ ഇട്ട് തിരി കടുക് താളിച്ചൊക്കെ എടുക്കും, മീനിന് കുടംപുളിയൊക്കെ ഇട്ട്. പക്ഷേ ഞാൻ മീനുണ്ടാക്കി കറി അവർ അടുത്ത് താമസിക്കുന്ന മലയാളിയൊക്കെ കൊടുക്കും. എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവർ കഴിച്ചിട്ട് നല്ല ടേസ്റ്റെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോകും. അവരൊക്കെ മീൻകറി എങ്ങനെ വയ്ക്കണതെന്ന് പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും, തേങ്ങയൊക്കെ അരച്ച് നമ്മളെ പുളി, സാദാ പുളി എന്നുവെച്ചാൽ കുടംപുളിയല്ല, നമ്മുടെ സാമ്പാർ പുളി, അതെടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞു ഒക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പോഴും അവരവിടെ താമസിക്കുന്നുണ്ട് ഭോപ്പാലിൽ. അവരിപ്പോഴും അങ്ങനെ തന്നെയാണ് കറി മീൻ. അതിനുശേഷം ഇന്നുവരെ അവർ മീൻ കറി തന്നെ നമ്മൾ വയ്ക്കും പോലെ തന്നെ വയ്ക്കും. പിന്നെ അതുപോലെ അവർ പീര വറ്റിക്കും, നമ്മുടെ മത്തിച്ചാള വാങ്ങിച്ച്. അത് നമുക്ക് നമ്മുടെ തിരുവനന്തപുരം സൈഡുകാരുടെ അത് കണ്ട ഛർദിക്കും, മത്തിപ്പീര. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയമുണ്ട്. പക്ഷേ ഇപ്പം പ്രായം ഇതൊന്നും എനിക്ക് തനിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഞാൻ കുറേയൊക്കെ ഇട്ടുതന്നെ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാനേ, എഡിറ്റ് ചെയ്യാനും പിന്നെ അങ്ങനെയുള്ള കാര്യം ഒക്കെ എനിക്ക് പാടാം.
എത്ര പറഞ്ഞു തന്നാലും അത് ഇപ്പോൾ വയസ്സായപ്പം തലയിൽ അങ്ങനെ കയറുന്നില്ല ചെയ്യാൻ. ആദ്യത്തെ ഒരു പൂജ പോയിട്ട് ബാക്കി എല്ലാ പൂജയും കണ്ട നല്ലതായിട്ട് തന്നെ നിൽക്കണം. ആദ്യം ഉണ്ടാക്കിയ ഒരു പൂജ മാത്രമേ അധികം പൊള്ളാതെ ഉള്ളൂ. അത് ബാക്കിയെല്ലാം റവ 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 പൊടിച്ചെടുത്ത് കേട്ടോ. ഒരു കപ്പ് റവ നല്ലവണ്ണം മിക്സിയിൽ പൊടിച്ചെടുത്തു. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ച് തന്നെ അര കപ്പ് വെള്ളം മതി. ഒരു കപ്പ് റവയ്ക്ക് അര കപ്പ് വെള്ളം മതി. എന്നിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടി. ഗോതമ്പാണെങ്കിൽ ഞാൻ എണ്ണയൊന്നും ചേർക്കില്ല, വെറുതെ കുഴച്ചുണ്ടാക്കേ ഉള്ളൂ. ഇതിപ്പം റവയിലായതുകൊണ്ട് ഒരു സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കുഴച്ച്. കണ്ട എല്ലാം പപ്പടം പോലെ തന്നെ വരുന്നത്. കണ്ട എന്ത് ഭംഗിയിൽ വരുന്നത് നോക്ക്. ഇനിയും ഗോതമ്പ് മാവിൽ പൂരി ആരും ഉണ്ടാക്കണ്ട കേട്ടോ. നല്ല പൂരിയാണ്, നല്ല പൂരിയാണ്. പൂരിയിൽ എണ്ണയും പിടിക്കുന്നില്ല, ഒട്ടും എണ്ണ പിടിക്കുന്നില്ല. അടിപൊളി പൂരി. എൻ്റെ മോള് കഴിച്ചിട്ട് നല്ലതെന്ന് പറയേ. കൊച്ചു മോളങ്ങ് മോളിൽ പോയി, അല്ലെങ്കിൽ അവളും കൂടെ കഴിച്ച് കാണിച്ചു തന്നെ. ഇത് ഒട്ടും എണ്ണയും പിടിച്ചില്ല, നല്ല ഇതായിട്ട് വന്നു. നിരത്താനൊന്നും ഒരു പൊടി എണ്ണയിൽ പൊടിയൊന്നും ആയിട്ടില്ല, നല്ല ക്ലീനായിട്ടിരിക്കണം എണ്ണ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കണം. നല്ല കൊച്ചുങ്ങൾക്ക് രാത്രി സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഒത്തിരി ദിവസമായി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്. എനിക്ക് വയ്യാത്തതുകൊണ്ട് മാത്രമല്ല, എവിടെയൊക്കെ കിടന്ന് പറയണോ ഇട്ടതാ അത് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ മതിയാക്കിയത്. ഓക്കെ, എല്ലാവരും കാണണേ. കൊച്ചൊന്ന് കാണിച്ചു കൊടുക്കും. ശരി, ഞാനും ഒന്ന് തിന്നാം. നല്ലതാ. പൂരിക്കുള്ള കറിയാണ്. ഇതിൽ ഞാൻ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് എണ്ണയിൽ വരട്ടി കുറച്ച് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഒഴിച്ചില്ലെങ്കിലും ഒന്നുമില്ല. ഹിന്ദിക്കാരൊന്നും തേങ്ങാപ്പാലും ഒഴിക്കില്ല, ഞാനും ഒഴിക്കില്ല. എൻ്റെ മക്കളൊഴിക്കും, അവർക്കത് കുറേ തേങ്ങയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞാൻ ചെയ്യില്ല.
ഞാൻ അവിടെ ഉണ്ടാക്കും പോലെ തന്നെ അവിടെ ചെന്നാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനും പൂരി ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചത്. മധ്യപ്രദേശത്ത് ഭോപ്പാലിലാണ് ആദ്യം പോയത്. അപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ട്സ് വന്ന് എനിക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു തന്നു, ഉണ്ടാക്കി കറി വയ്ക്കാൻ പറഞ്ഞു തന്നു. എനിക്ക് നാട്ടിൽ നിന്ന് ഞാൻ എനിക്കൊന്നും പറഞ്ഞൂടാ, ചോറ് മാത്രം വയ്ക്കാൻ, കഞ്ഞി മാത്രം വയ്ക്കും, അത്ര തന്നെ അറിയാം, മീൻ കറി. ശരി, എല്ലാവരും കാണുന്നേ, നമുക്ക് പിന്നെയും കാണാം.